നമസ്കാരം. അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവിവാഹിതരായിരിക്കുന്ന പെൺകുട്ടികൾക്ക്, അതായത് വിവാഹം അന്വേഷിച്ച് നടന്ന് കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് മാനസിക കരുത്ത് നേടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളുമായാണ്. പഠനം കഴിഞ്ഞ് വിവാഹം കഴിയുന്നത് വരെയുള്ള സമയം പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ പീരീഡ് ആണെന്നേ ഞാൻ പറയൂ. കാരണം വിവാഹം കഴിഞ്ഞ് 90% ആളുകൾക്കും ആദ്യകാലങ്ങളിൽ സുഖകരമായ ഒരു അന്തരീക്ഷം കിട്ടണം എന്നില്ല. പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഞാൻ പറയുന്നത് കുറച്ചുകൂടി റിലേറ്റബിളായി മനസ്സിലാക്കാൻ പറ്റും. 18 വയസ്സായി കഴിഞ്ഞാൽ കല്യാണം നോക്കുന്നില്ലേ എന്ന് പറഞ്ഞു വരുന്നവരുടെ എണ്ണം കൂടി കൂടി വരും. നമ്മുടെ പ്രായം കൂടുന്തോറും ഇത്തരക്കാരുടെ വാക്കുകളുടെ മൂർച്ചയും കൂടും. ആദ്യം സോഫ്റ്റ് ആയിട്ടിരുന്നവർ പിന്നീട് നമുക്ക് ഒരിക്കലും യോജിക്കാത്ത ഒരു പ്രപ്പോസൽസ് ആയിട്ട് വരും. പിന്നെ ആ പ്രപ്പോസൽ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ അതിനെപ്പറ്റി കുറ്റം പറയുക. അത് നടത്തിക്കൂടായിരുന്നോ, എത്ര നല്ല ബന്ധമായിരുന്നു, ഞാൻ കൊണ്ട് കൊടുത്തതാണ്, അവർക്കൊന്നും വേണ്ട എന്നിങ്ങനെ കുറച്ച് വാക്കുകളുമായി നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ വേണ്ട എന്ന് വച്ച ആ പയ്യൻ നല്ല നിലയിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നു എന്ന് തുടങ്ങി കുറച്ച് അഭിപ്രായങ്ങളുമായി നിങ്ങളുടെ ഇടയിലേക്ക് എപ്പോഴും വരാറുണ്ടായിരിക്കും. നിങ്ങൾക്കത് അനുഭവം കാണുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ കുത്തി നോവിക്കുന്ന, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്ന ഇത്തരം വ്യക്തികളിൽ നിന്ന് എങ്ങനെയൊന്ന് ഒഴിഞ്ഞു നിൽക്കാം, അല്ലെ ഒഴിഞ്ഞു നിൽക്കാതെ തന്നെ എങ്ങനെ അവരെ നേരിടാം എന്ന് പറയാൻ വേണ്ടി കുറച്ച് സിമ്പിൾ ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യമായി വേണ്ടത് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുടുംബകാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ, പ്രപ്പോസൽസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇത്തരക്കാരുമായി ഷെയർ ചെയ്യാതിരിക്കുക. ചുരുങ്ങിയ രീതിയിൽ മാത്രം മറുപടി നൽകുക. ഏറ്റവും അടുത്ത കുടുംബക്കാരൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഹാർഡായിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ ലൈഫിൽ സമാധാനം വേണം എന്നുണ്ടെങ്കിൽ ഇത്തരക്കാരോട് അത് തുറന്ന് പറയാത്തതാവും നല്ലത്. നെഗറ്റീവ് വൈബ് തന്നിട്ടുള്ളവരോട് എന്തൊക്കെ പറയാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാൻ നമ്മൾക്ക് കഴിയണം. ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിലുള്ള അംഗങ്ങളെ കൂടി തമ്മിൽ തെറ്റിക്കുക, അല്ലെങ്കിൽ അവർക്കിടയിൽ കൂടി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ, അതായത് നമുക്കൊരു എക്സാമിന് മാർക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് കാർഡ് വരികയോ ജോലിക്ക് പോകാൻ തുടങ്ങുകയോ അങ്ങനെയുള്ള സന്തോഷമുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾക്ക് നമ്മുടെ അടുത്ത് ഇടപെടാതെ, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തോൽക്കുകയോ ഒരു പ്രപ്പോസൽസ് മുടങ്ങി പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് അഭിനയിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കഴിവതും ഒഴിവാക്കി വിടുകയാണ് ചെയ്യേണ്ടത്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ വളരെ ഒരു പ്രത്യേകതയാണ് പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളത്. നമ്മളോട് നന്നായി ചിരിച്ച് സംസാരിച്ചിട്ട് നമ്മുടെ കുറ്റം പറഞ്ഞ് നടക്കുക, നമ്മളെപ്പറ്റി മോശം പറഞ്ഞ് നടക്കുക, അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കുകയും പ്രയാസമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരു നല്ല അകലം പാലിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമുക്ക് ഉപദേശം തരാൻ വരികയും നമ്മളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ബോറടിക്കണം. അത്തരത്തിൽ അവരോട് പ്രതികരിക്കുക. ഉദ്ദേശിച്ച മറുപടി ഒന്നും ലഭിക്കാതാകുമ്പോൾ അവർ മെന്റലി ബ്ലാങ്ക് ആകും. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ചോ, അല്ലാതെ വല്ലാതെ ദേഷ്യപ്പെട്ടോ ഒന്നും ഇവരോട് സംസാരിക്കരുത്. അവിടെ ഇവിടെയും തൊടാതെയുള്ള മറുപടികളാണ് ഇവർക്ക് നൽകേണ്ടത്. അതുപോലെ നെഗറ്റിവിറ്റിയുള്ള ആൾക്കാർ ഇവർ നെഗറ്റീവ് ന്യൂസ് കൊണ്ട് വരുമ്പോൾ അവരെ നമ്മൾ കേട്ടിരിക്കാതിരിക്കുക. അതായത് മറ്റുള്ള വീട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കാതിരിക്കുക, അതിന് പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക. ഇന്ന് നിങ്ങളുടെ അടുത്ത് മറ്റൊരാളുടെ കുറ്റം വന്ന് പറയുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ കുറ്റം മറ്റൊരിടത്ത് എന്ന് പറയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പരമാവധി ഒഴിവാവുക. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പായി മാറുക എന്നുള്ളതാണ് അടുത്തൊരു ടിപ്സ്. ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പേഴ്സണലായി എടുക്കാതെ മനസ്സ് വിഷമിപ്പിക്കാതെ ഇരിക്കുക. ഇവരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നാളെ നിങ്ങളെ ശക്തരാക്കും. ഇതിലും മോശം പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായി കഴിയും. നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ മാറ്റാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവരെ മാറ്റാൻ കഴിയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം പാഴാവുകയുള്ളൂ. വലിയ ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. സ്വന്തം കാലിൽ നിൽക്കുക. PSC കോച്ചിങ്ങിന് പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്നിരുന്നാലും എത്ര സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞിരുന്നാലും സ്വന്തമായി ഒരു ചെറിയ വരുമാനമെങ്കിലും നേടിയെടുക്കാനായി ശ്രമിക്കുക. സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് സാധിച്ചു എന്ന് വരില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിദ്യകൾ നമ്മൾ കൈവശപ്പെടുത്തിയിരിക്കണം. ആ പീരീഡിൽ ചെറിയ ചെറിയ കോഴ്സുകൾക്ക് പോയി, അതായത് യോഗ ട്രെയിനിങ്, മോണ്ടിസോറി ട്രെയിനിങ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കോഴ്സുകളുണ്ട്. 6 month 3 month 4 month അങ്ങനെയുള്ള കോഴ്സുകളിലേക്കൊക്കെ നമ്മൾ ചെല്ലുക. നമ്മൾ ഒരിക്കലും വെറുതെ ഇരുന്ന് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കരുത്. PSC കോച്ചിങ് അങ്ങനെയൊക്കെ പോകുന്നവർ അങ്ങനെ പൊയ്ക്കോട്ടെ. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ജോലി നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്നവർ അത് തന്നെ നേടിയെടുക്കണം.
അല്ലാതെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്യുക, സ്വന്തമായി എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുക, ഓൺലൈനിൽ കൂടി സാധനങ്ങൾ വിൽക്കുക, അങ്ങനെയുള്ള ചെറിയ വരുമാനം ഉണ്ടാക്കി എടുക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. അതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. വിവാഹ വിഷയത്തിലൊക്കെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നിങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കും വേദനിപ്പിക്കുക. മാതാപിതാക്കളുടെ മുൻപിൽ നിങ്ങൾ നല്ല മാതൃകയായിരിക്കുക. അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ ശക്തരായ പെൺമക്കളായി വളരുക. വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത പെൺകുട്ടികളോട് നിങ്ങൾ കരുതിയിരിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടാകും. അതിനിടയാകാതെ ആദ്യം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, ആദ്യം സെൽഫ് കെയർ ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക, സെൽഫ് ലവ് ചെയ്യുക. ഇത് കുറേ നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ഒരു ശക്തി ഉണ്ടാകും, മാനസികമായി നല്ല കരുത്തുണ്ടാകുക, നല്ല കരുത്തുള്ള പെൺകുട്ടികളായി വളരുക, പ്രതികരണ ശേഷി ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾ ചെറിയ വരുമാനം ഉണ്ടാക്കിയെടുക്കുക, വരുമാനത്തിലേക്ക് പോകാനായിട്ടുള്ള കാൽവയ്പ്പുകൾ നടത്തുക. വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും നമുക്ക് സാധിക്കാൻ ഒക്കുകയില്ല. വിഷമിച്ചിരിക്കാതെ നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാക്കി മുന്നോട്ട് പോകുക. ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യം വിവാഹം ആകരുത്. വിവാഹം കഴിഞ്ഞ് നമ്മുടെ ജീവിതം വിശാലമായി കിടക്കുകയാണ്. ആ ജീവിതത്തെ മനോഹരമാക്കാൻ ഈ കാലയളവ് പരമാവധി പ്രയോജനപ്പെടുത്തുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അന്നപൂർണ.